പേജർ സ്ഫോടന പരമ്പരകൾക്ക് തൊട്ടുപിന്നാലെ വാക്കിട്ടോക്കിയും ജനങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന റേഡിയോ അടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ, സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, അങ്ങനെ സർവത്ര പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന ലെബനനിൽ ജനങ്ങൾ ഭീതിയിൽ കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം വാക്കിട്ടോക്കി ഏത് കമ്പനിയാണ് നിർമ്മിച്ചതെന്നുള്ള അന്വേഷണം ആരംഭിച്ചപ്പോൾ ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലുള്ള റേഡിയോ ഉപകരണ നിർമ്മാതാക്കളായ ഐക്കോമാണ് ഈ വാക്കിട്ടോക്കികൾ നിർമ്മിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ ഐക്കോന്റെ ലോഗോയും ഒപ്പം തന്നെ മേഡ് ഇൻ ജപ്പാൻ എന്നുള്ള ഒരു എഴുത്തും അതിലുണ്ടായിരുന്നു. നമുക്കറിയാം പേജറുകൾ ഹംഗറിയിൽ നിന്നാണ് ഇവിടെ വിതരണം ചെയ്തതെന്നാണ് അവസാന ഘട്ടത്തിൽ അറിഞ്ഞത്. ആദ്യം അത് തായ്വാനിലെ കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നായിരുന്നു. ഇപ്പോഴിത് ജപ്പാനെയും മൊസാദ് കമത്തിയോ എന്നുള്ളൊരു വലിയ സംശയം തന്നെയാണ് ഉയരുന്നത്. ഐക്കോൺ കമ്പനിയുടെ ലോഗോയുള്ള 2-വേ റേഡിയോ ഉപകരണങ്ങൾ വരെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഹാൻഡ് റേഡിയോകളും പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ഐക്കോം അതിൻ്റെ വെബ്സൈറ്റിൽ പുതിയ അപ്ഡേറ്റ്സുകൾ നൽകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജപ്പാൻ ഏതായാലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഭീതിയിലാണ്. ഇനി ലെബനനിൽ ഏത് വസ്തുവാണ് പൊട്ടിത്തെറിക്കുന്നത്, ഏത് രാജ്യത്തിൻ്റെ കമ്പനികളാണ് അത് നിർമ്മിച്ചതെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തായ്വാനിൽ തുടങ്ങി ഹംഗറിയിലൂടെ ഇപ്പോൾ അത് ജപ്പാനിൽ എത്തി നിൽക്കുന്നു മൊസാദിൻ്റെ നീരാളിക്കൈകൾ. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.